ഹലോ ചെങ്ങായിമാരെ, ഇന്നത്തെ നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രൈഡ് റൈസും അൽഫാമും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അൽഫാമും എന്നൊരു പീസും ഒരു ചെറിയൊരു കക്കരിക്കൻ്റെ ഒരു പീസും വെച്ച് കാണാം, ഒരു പുടുത്തം പിടിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടൊമാറ്റോ സോസും ഒരു പീസും പിന്നെ ഒരു കക്കരിക്കും വെച്ച് കണ്ട് എങ്ങനെ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ. അൽഫാമുക്ക് ഫ്രൈഡ് റൈസ് നല്ലൊരു കോമ്പിനേഷൻ തന്നെ കേട്ടോ. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയാലോ, ഒരു വെറൈറ്റി ഒരു വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉരുളിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് തോന ഉണ്ടാക്കാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഓല ഒഴിച്ച് കാണ്ട് ഒരു 3-4 മുട്ട ഇട്ട് കാണ്ട് എന്ത് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത്. ഇത് നമ്മൾ അമേരിക്കക്കാരുടെ വെളുത്ത മുട്ട അല്ല, ഇത് നമ്മൾ നോർമൽ മുട്ട കേട്ടോ. അങ്ങനെ മുട്ട ഏകദേശം ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ പീസ് അതിലിങ്ങനെ നുറുക്കിയിട്ടിട്ടാ. അത് കഴിഞ്ഞാണ് നമ്മൾ ബീൻസ്. അത് കഴിഞ്ഞാണ്ട് നമ്മൾ എന്ത് ചെയ്തൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാപ്സിക്ക കുറച്ച് ചെറിയൊരു പീസാക്കിയാണ്ട് അതൊക്കെ ഇട്ടിട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ റൈസ്, നമ്മുടെ കഥാനായകൻ റൈസ് ഇട്ട് കാണും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടാ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് മേലെ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടാ. അത് കഴിഞ്ഞ് കണ്ട് എന്ത് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കാണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കാണ്ട് ഒന്നും കൂടിയാണ് മിക്സ് ആക്കി. പരിപാടി കഴിഞ്ഞു മക്കൾ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആട്ടോ മക്കളെ. അപ്പം എങ്ങനെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.